Question number 28. Path difference in the interference of two waves equal to lambda by 8. But the ratio of intensity at this point and that of central bright. അപ്പോൾ സെൻട്രൽ ബ്രൈറ്റിലായിരിക്കും മാക്സിമം ഇൻറ്റൻസിറ്റി, ഈ പോയിന്റിൽ ഇൻറ്റൻസിറ്റിയും സെൻട്രൽ ബ്രൈറ്റും വാട്ട് ഈസ് ദ റിലേഷൻ. അപ്പോൾ പാത്ത് ഡിഫറൻസ് കൊടുത്തിരിക്കും. അപ്പോൾ അതിനെ വി ക്യാൻ കൺവേർട്ട് ടു ഫേസ് ഡിഫറൻസ്. അപ്പോൾ പാത്ത് ഡിഫറൻസിനെ ഫേസ് ഡിഫറൻസ് ആക്കുന്നതൊക്കെ ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 2π by lambda ഇൻറ്റു പാത്ത് ഡിഫറൻസ്, 2π by lambda ഇൻറ്റു lambda by 8. ഫേസ് ഡിഫറൻസ് യു ആർ ഗെറ്റിംഗ് π/4. അപ്പോൾ സ്ക്രീനിലെ ഏത് പോയിന്റിലെ ഇൻറ്റൻസിറ്റി Imax ഇൻറ്റു cos സ്ക്വയർ 5/2. 5 ഈസ് ദ ഫേസ് ഡിഫറൻസ്. അപ്പോൾ I/Imax റേഷ്യോ താൻ വേണം, ദാറ്റ് ഈസ് ഈക്വൽ ടു cos സ്ക്വയർ 5/2. അപ്പോൾ cos സ്ക്വയർ 5/2ൻ്റെ വാല്യൂ ഇതാ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ വി നോ ദാറ്റ് 1 + cos 2θ/2 ദാറ്റ് ഈസ് ഈക്വൽ ടു cos സ്ക്വയർ തീറ്റ. അപ്പോൾ cos സ്ക്വയർ 5/2 ഈക്വൽ ടു എപ്പോഴും എഴുതാം 1 + cos 5, ബിക്കോസ് 5/2ൻ്റെ ഡബിളാണ് 5/2. ബിക്കോസ് ഈ കേസിൽ ഇപ്പടി ഏൻ പണിയിരിക്കുന്നത്, ബിക്കോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ cos ഓഫ് π/4/2 ദാറ്റ് ഇസ് π/8. cos ഓഫ് π/8 നമുക്ക് ഡയറക്റ്റ് തിരിയാതെ, അതിനാലിതാ ഇപ്പടിയുള്ളൊരു കാൽക്കുലേഷൻ പണിയിരിക്കും. therefore I/Imax ഈക്വൽ ടു cos സ്ക്വയർ 5/2 தான். அந்த 5/2ന് ബദലായിട്ട് 1 + cos 5/2 എന്ന് എഴുതും. അപ്പോൾ cos ഓഫ് π/4, അപ്പോൾ cos ഓഫ് π/4 1/√2/2 എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √2 + 1/2 √2. ഈ √2 സിമ്പിൾ ഡിനോമിനേറ്ററിൽ നിന്ന് റിമൂവ് പണ്ടതുക്ക് √2 കൊണ്ട് മൾട്ടിപ്ലൈ പണ്ടും. അപ്പോൾ ഇത് √2 × 2 വരുമ്പോൾ 2 × 2 4 വരും. ഇവിടെ √2 × √2 2 വരും. ഇവിടെ 1 × √2 വരും. അപ്പോൾ 2 + 1.41/4 അപ്രോക്സിമേറ്റ്ലി 0.853. ക്വസ്റ്റ്യൻ നമ്പർ 31. ഡോപ്ലർ എഫക്റ്റ് ആണ്. സൗണ്ടിൻ്റെ സ്പീഡ് വി, ഒബ്സർവറുടെ സ്പീഡ് VO, സോഴ്സിൻ്റെ സ്പീഡ് VS. ഇവിടെ സോഴ്സും ഒബ്സർവറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ദേ ആർ മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ. എപ്പോഴും സോഴ്സും ഒബ്സർവറിലേക്കാണ് പോസിറ്റീവ് ഡയറക്ഷൻ. ഇനി വിൻഡ് ഇവിടെ എന്താണ്, മീഡിയത്തിൻ്റെ സ്പീഡ് ഇരിക്കും. അപ്പോൾ വിൻഡിൻ്റെ സ്പീഡാണ് VM. അപ്പോൾ നോർമൽ കേസിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് V ഈസ് ടേക്കൺ, ബട്ട് മീഡിയത്തിന് സ്പീഡ് ഇരിക്കുമ്പോൾ സൗണ്ടും മീഡിയവും ഒരേ ഡയറക്ഷനിൽ മൂവ് പണിയാൽ എഫക്റ്റീവ് സ്പീഡ് വിൽ ഇൻക്രീസ്, V + VM ആകും. അതേമാതിരി സൗണ്ടും മീഡിയവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ പണിയാൽ എഫക്റ്റീവ് സ്പീഡ് ഓഫ് സൗണ്ട് വിൽ ഡിക്രീസ്, V - VM. റിമെമ്പർ, അപ്പോൾ നോർമലി നമ്മൾ സ്റ്റേഷനറി മീഡിയം താൻ കൺസിഡർ പണ്ടും. സപ്പോസ് ഇപ്പോൾ മീഡിയത്തിന് സ്പീഡ് ഇരുന്നാൽ സൗണ്ടിൻ്റെ സ്പീഡിനെ അത് അഫക്റ്റ് പണ്ടും. എഫക്റ്റീവ് സ്പീഡ് ഓഫ് സൗണ്ട് വിൽ ബി സൗണ്ടിൻ്റെ സ്പീഡ് പ്ലസ് മീഡിയത്തിൻ്റെ സ്പീഡ്. എഫക്റ്റീവ് സ്പീഡ് അത് സെയിം ഡയറക്ഷനിലായാൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മീഡിയം എങ്കിൽ മൂവ് പണ്ടുന്നതെങ്കിൽ therefore V - VM തരും. അപ്പോൾ ഇൻ ദ ക്വസ്റ്റ്യനിൽ ദ മീഡിയം ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. therefore the effective speed of sound will be V - VM. therefore consider the situation. ഇതാണ് ഒബ്സർവർ. ഒബ്സർവർ ഈസ് മൂവിങ് ടുവേർഡ്സ് സോഴ്സ് ആൻഡ് സോഴ്സ് ഈസ് മൂവിങ് ടുവേർഡ്സ് ഒബ്സർവർ. എപ്പോഴും സോഴ്സ് എന്ന ഒബ്സർവറിലേക്കാണ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് സൗണ്ട്. ഇത് VS VO. മീഡിയത്തിൻ്റെ സ്പീഡും ഈ ഡയറക്ഷനാണ്. അപ്പോൾ എഫക്റ്റീവ് സ്പീഡ് ഓഫ് സൗണ്ട് ഇത് എഗൻസ്റ്റ് ഓഫ് സൗണ്ട് ആണ്. therefore V - VM ആണ് എഫക്റ്റീവ് സ്പീഡ് ഓഫ് സൗണ്ട്. therefore അപ്പാരൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആക്ച്വൽ ഫ്രീക്വൻസി ഇൻറ്റു V - VL/V - VS. അപ്പോൾ വിക്ക് ബദലായിട്ട് V - VM ഓടണം. ഇനി ഇവിടെ എന്താണ്, ഓൾറെഡി മൈനസ് ഓഫ് മൈനസ് വരും, ബിക്കോസ് ഒബ്സർവറുടെ സ്പീഡ് നെഗറ്റീവാണ്, അതുകൊണ്ടാണ് ഈ മൈനസ് പ്ലസ് ആയത്. ഇവിടെ സോഴ്സ് ഓൾറെഡി പോസിറ്റീവ് ഡയറക്ഷൻ, അപ്പോൾ -VS. അപ്പോൾ therefore ദിസ് ഈസ് ദ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34. ക്വസ്റ്റ്യൻ നമ്പർ 34 എയും ബിയും രണ്ട് പാരലൽ പ്ലെയിൻ മിറേഴ്സ് ആണ്. ദേ ആർ 26 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. അതിലൊരു 9 സെൻറ്റിമീറ്റർ ഫ്രം എ ഒരു ഓബ്ജക്റ്റ് വെച്ചിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ ഇമേജസ് ഫോം പണ്ണും. ഔട്ട് ഓഫ് ദ ഫോളോയിങ് അറ്റ് വിച്ച് പോയിന്റ് ആൻഡ് ഇമേജ് ഇസ് നോട്ട് ഫോംഡ് ഓൺ മിറർ എ. അപ്പോൾ എയിൽ മിറർ ഫോം പണ്ണാത്ത പോയിന്റ് താൻ കേട്ടിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ജോമെട്രി വെച്ചിട്ട് വി ക്യാൻ റൈറ്റ്. ഇതാണ് എയും ബിയും. അപ്പോൾ എയിൽ നിന്ന് 9 സെൻറ്റിമീറ്ററാണ് ഓബ്ജക്റ്റ്. ഇപ്പോൾ ബിയിൽ നിന്ന് 17 സെൻറ്റിമീറ്റർ, ബിക്കോസ് ഈ ടോട്ടൽ ദൂരം 26 വരും. അപ്പോൾ ഇനി എയിലെ ഫസ്റ്റ് ഇമേജ് എവിടെ വരും, ബാക്ക് സൈഡിൽ സെയിം ദൂരത്തിൽ. അപ്പോൾ അതാണ് I1A, ഫസ്റ്റ് ഇമേജ് ഓൺ എ, അത് 9 സെൻറ്റിമീറ്റർ. ഇനി ബിയിലെ ഫസ്റ്റ് ഇമേജ് ഇങ്ങതാൻ വരും, I1B. അപ്പോൾ ഈ ബിയുടെ ഫസ്റ്റ് ഇമേജ് നൗ വിൽ ആക്ട് as ദ ഓബ്ജക്റ്റ് ഫോർ മിറർ എ. മിറർ എക്ക് ബിയുടെ ഫസ്റ്റ് ഇമേജിന് സെക്കൻഡ് ഓബ്ജക്റ്റായിട്ട് ആക്ട് പണും. അപ്പോൾ ആ ഓബ്ജക്റ്റേക്കുള്ള ദൂരം ഓൾറെഡി ഇത് 26 ഇരിക്കും. 26 + 17 എവിടെ വരും, 43. അപ്പോൾ 43 സെൻറ്റിമീറ്റർ എവയിലായിരിക്കും I2 ഓൺ എ. ഓക്കെ. ഇനി അതേമാതിരി എയുടെ ഫസ്റ്റ് ഇമേജ്
ബിയുടെ ഓബ്ജക്റ്റായിട്ട് ആക്ട് ആക്കും. അത് വന്ന് ഓൾറെഡി 26 + 9 34 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അല്ല 35 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇതിൽ നിന്ന് ഇത് സെക്കൻഡ് ഇമേജ് ഓൺ ബി. இந்த மாதிரி ആൾട്ടർനേറ്റ് ആയിട്ട് വി ക്യാൻ റൈറ്റ് ദ പൊസിഷൻസ്. അപ്പോൾ എയുടെ ഇമേജ് പൊസിഷൻസ് എഴുതുമ്പോൾ 9, 43, 61, 95 அப்படி വരും. ബിയുടെ ഇമേജ് പൊസിഷൻസ് എഴുതുമ്പോൾ 17, 35, 69, 87. ബട്ട് ഇത് എഴുതുക ரொம்ப ഈസി ആയിട്ട് ഈ ഡയഗ്രാം ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. എപ്പടി എഴുതാം? ഫസ്റ്റ് എയിലേക്കുള്ള ദൂരം അത് 9, അത് കറക്റ്റ് ഫസ്റ്റ് അത് എഴുതണം. ഫസ്റ്റ് ഇമേജ്. ബിയിലേക്കുള്ള ദൂരം ഓബ്ജക്റ്റിൽ നിന്നുള്ള ദൂരം 17, അതാണ് വരും. ഇതിനി ക്രോസ് ആയിട്ട് ഇവർ തമ്മിലുള്ള ഈ ഗ്യാപ്പ്, ഇവിടുത്തെ ഗ്യാപ്പുകളാണ് മിറേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് 26 ആണ്. ക്രോസ് ആയിട്ട് ആ ഗ്യാപ്പ് ആഡ് പണിയാൽ പോതും. അത് 9 + 26 ഇവിടെ 35 വരും. 17 + 26 43 വരും. ഇനി இந்த 43യോട് 26 ആഡ് പണിയാൽ 69 വരും. இந்த 35നോട് 26 ആഡ് പണിയാൽ 61 വരും. இந்த 61നോട് 26 ஆட் பண்ணியால் 87 வரும். இந்த 69നോട് 26 ஆட் பண்ணியால் 95 வரும். இப்படியே யூ கேன் கம்ப்ளீட் த இப்படியே பண்ணி ஒரு பேட்டர்ன் மாதிரி போகும். இன்ஃபினைட் இமேஜஸ் ஃபார்ம் பண்ணும். எல்லா இமேஜினையும் നമുക്ക് ഈസിയായി ഒരു ടേബിളായിട്ട് இப்படி ஈஸியாக எழுத முடியும். അപ്പോൾ വാട്ട് ഈസ് അപ്പോൾ ഡയഗണലായിട്ട് ആ ഗ്യാപ്പ് ആഡ് பண்ணிയാൽ போதும்.